നമസ്കാരം, ഞാൻ പോൾ ടി ജോർജ്. ഫുഡ് ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ബെൻസനോടൊപ്പമാണ്. ബെൻസൺ ഇവിടെ IBM പഠിക്കാമെന്നാണ്. IBM എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. അന്നേരം ബെൻസൺ അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങളോട് പറയും. ബെൻസൺ IBM പറ്റി പറയും. IBM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്നാണ്. ഞാനിവിടെ കാനഡയിൽ സെന്റിനിയൽ കോളേജിൽ നിന്നാണ് കോഴ്സ് എടുത്തിട്ടുള്ളത്. ഞാൻ നാട്ടിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടാണ് ഈ IBM കോഴ്സ് എടുത്ത് കാനഡയിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ഹയർ സ്റ്റഡീസ് കാനഡയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ പറ്റിയ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അന്വേഷിച്ചത് എനിക്ക് പുറത്തേക്ക് പോകുന്നതിന് ഒരു ഏജൻസിയുടെ ഹെൽപ്പ് വേണം. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല ഏജൻസി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് നടത്തി അങ്ങനെ ഞാൻ ഡ്രീം അബ്രോഡ് എന്നുള്ള കലൂരുള്ള ഒരു ഏജൻസി വഴിയാണ് കാനഡയിലേക്ക് വരുന്നതിനുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തത്. ഈ ബെൻസൺ ഇത് ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ ഈ കോഴ്സിന് വന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴ്സ് വന്നത്. ഏത് ഡിഗ്രി ആയിരുന്നു? ഞാൻ നാട്ടിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് BCom ആയിരുന്നു. BCom കഴിഞ്ഞ ശേഷമാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് IBM എടുത്തു വന്നത്. BCom കഴിഞ്ഞവർക്ക് മാത്രമാണോ ഈ കോഴ്സിന് വരാൻ പറ്റുള്ളൂ? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാനഡയിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കോഴ്സുകളും ഒരു PG ഡിപ്ലോമയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ PG ഡിപ്ലോമ എടുത്തിട്ട് കാനഡയിലേക്ക് വരാൻ പറ്റും. പിന്നെ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ കേസിൽ ഞാൻ നാട്ടിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞത് കണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ ചെയ്തത്. സാധാരണ PG ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്നതിന് പകരമായിട്ട് എൻ്റെ കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതൊരു പ്രോപ്പർ PGക്ക് ഈക്വലൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 സെമസ്റ്ററാണ് ഈ കോഴ്സ്? 2 സെമസ്റ്ററാണ് ഈ കോഴ്സ്. എത്ര രൂപ ഇതിന് മുടക്കായി? ഇത് ഒരു സെമസ്റ്റർ ബേസിൽ നമുക്കിവിടെ കനേഡിയൻ കണക്കിൽ $8,000 ആണ്. ഞാൻ പഠിച്ചത് സെന്റിനൽ കോളേജിലാണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ് അവിടെ. അപ്പോൾ $8,000 ആണ് പെർ സെമസ്റ്റർ വരുന്നത്. അപ്പോൾ 2 സെമസ്റ്ററിന് ഒരു 16,000 ആണ് ടോട്ടൽ കോസ്റ്റ് ഒരു 1 ഇയർ കോഴ്സിന് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ പോകണമെങ്കിൽ അറൌണ്ട് 8 lakhs ചിലവ് വരുന്നുണ്ട്. അതുപോലെ ബെൻസൺ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നാട്ടിലെ സർട്ടിഫിക്കറ്റും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ക്രെഡൻഷ്യലോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ചും കൂടി നമുക്ക് PR സ്റ്റെപ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ മറ്റേ നമുക്കിപ്പോൾ നാട്ടിൽ എന്ത് കോഴ്സാണോ ചെയ്തത് അത് നമുക്ക് ഇവിടെ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രൊസീജിയറിന് വെസ് എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നത് നമുക്ക് PR സ്റ്റെപ്സിലേക്ക് വരുമ്പോഴാണ്. നമുക്ക് ഹയർ സ്റ്റഡീസിന് വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എത്ര നാളെടുത്തായിരുന്നു ഈ വിസ പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എത്ര നാളത്തെ തയ്യാറെടുപ്പായിരുന്നു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1 ഇയറിന്റെ ഗ്യാപ്പിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു ഡിലേ വരില്ലാത്തതാണ്. ഞാൻ കയറി പോകുന്ന ഒരു സമയത്ത് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കാനഡ പ്രിഫർ ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും ഡിലേ ആയി പോയത് കൊണ്ട് മെയിൻ കാരണം ആദ്യത്തെ 1-2 ഇൻടേക്കിലേക്ക് എൻ്റെ അഡ്മിഷൻ വന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിലേ വന്നത്. അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു 1 ഇയർ എടുത്തിട്ടാണ് ഞാൻ മൊത്തം പ്രോസസ് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ IELTS പാസ്സാണത് വന്നെങ്കിൽ IELTS വേണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഏത് കൺട്രിയിലേക്ക് പഠിക്കാൻ പോയാലും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഒഴിച്ച് കാനഡ ആയാലും ന്യൂസിലാൻഡ് ആയാലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയാലും ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ IELTS ഒരു മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അക്കാഡമിക്സ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു മിനിമം ബാൻഡ് ഉണ്ടാവും. ഞാൻ കയറി വന്നിരുന്ന സമയത്ത് ഒരു 6.5 ആയിരുന്നു മിനിമം ബാൻഡ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിളാണ്. അതുപോലെ ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട്? അതിപ്പോൾ ഓരോ കോളേജ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെന്റിനൽ കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടെ കാനഡയിലെ ടോപ്പ് കോളേജസിൽ വരുന്ന ഒരു കോളേജാണ്. അപ്പോൾ അവിടുത്തെ സ്കെഡ്യൂള് നമുക്ക് കുറച്ചും കൂടി സ്റ്റഡി ബേസ്ഡാണ്. അപ്പോൾ നമുക്ക് അധികം ഫ്രീ ടൈം അവർ തരുന്നുണ്ട്. എൻ്റെ കേസിൽ എനിക്ക് വീക്ക്ലി 5 days ക്ലാസ് ഉണ്ടായിരുന്നു. അത് മിനിമം ഒരു ഡേ ഒരു 4 to 5 hours ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് അത് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി സ്കെഡ്യൂൾ പോകുന്നത്. അത് ഓരോ കോളേജ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. വേറെ കോളേജുകൾ അത് 3 days ആയിരിക്കും. പക്ഷെ എനിക്കത് 5 days ഉണ്ടായിരുന്നു. അന്നേരം സാധാരണ രീതിയിൽ ഇവിടെ വന്ന കുട്ടികളൊക്കെ പാർട്ട് ടൈമിന് പോവും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. സാധാരണ ഇതിൽ അങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണത്. അതിങ്ങനെ ഈ 5 days ഇത്ര മണിക്കൂർ ക്ലാസ് ഉള്ളപ്പോൾ എങ്ങനെയാണ് പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അതിപ്പോൾ എൻ്റെ കേസിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 days ആണ് ഒരു വീക്കിൽ ഓഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അലൗ ചെയ്തിരിക്കുന്നത് 20 hours നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സിനിമയിൽ.
അപ്പോൾ സിൻ എന്ന് പറയുമ്പോൾ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിനകത്ത് എനിക്ക് 20 hours ഞാൻ പ്രോപ്പറായിട്ട് ഒരു പാർട്ട് ടൈം ജോബ് ഈ വീക്കെൻഡ്സിൽ 2 days ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പുറമെ എനിക്ക് ഈ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും സ്കെഡ്യൂൾസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് കണ്ടെത്തി പോകാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ട് ടൈം പോയിക്കൊണ്ട് ഇവിടെ വന്ന് ഈ പാർട്ട് ടൈം പോയിക്കൊണ്ട് നമ്മുടെ റെന്റും ഫുഡും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റാറുണ്ടോ? ഇപ്പോൾ അത് നമുക്ക് പണിയെടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ പോലും ഇത്രയും ടൈറ്റ് സ്കെഡ്യൂൾസ് ആണെങ്കിൽ പോലും എനിക്ക് എൻ്റെ റെന്റും ഒക്കെയുള്ള ചിലവുകളും എല്ലാം മീറ്റ് ചെയ്ത് പോകാനായിട്ട് പാർട്ട് ടൈം ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അന്നേരം ബെൻസ ഈ കോഴ്സ് 2 സെമസ്റ്റർ ആണെന്ന് പറഞ്ഞു. അതായത് ഈ സെമസ്റ്ററിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടോ? നമുക്ക് സെമസ്റ്ററിന്റെ ഇടയ്ക്ക് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെമസ്റ്റർ കഴിയുമ്പോഴാണ് നമുക്കൊരു ഗ്യാപ്പ് വരുന്നത്. ഒരു മെയിൻ ഇപ്പോൾ നാട്ടിലെ കണക്ക് പറയുകയാണെങ്കിൽ ലോങ് വെക്കേഷൻ വരുന്നത് അപ്പോഴാണ്. ഈ 2 സെമസ്റ്ററിന്റെ ഇടയ്ക്ക് ഒരു 2 weeks മാക്സിമം ഗ്യാപ്പാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇതിന്റെ ജോലി സാധ്യത എന്തോരുണ്ട്? എങ്ങനെയാണ് നിങ്ങൾക്ക് വല്ല ക്യാമ്പസ് ഇന്റർവ്യൂ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോൾ നമുക്കിപ്പോൾ സെന്റിനൽ കോളേജിലൊക്കെ അത്യാവശ്യം ക്യാമ്പസ് ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷേ അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എത്രത്തോളം നമുക്ക് ഹയർ ചെയ്യപ്പെടും എന്നുള്ളതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വന്നൊരു ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇവിടെ പി ജി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ബാക്കപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി അല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല ക്യാമ്പസ് ഇന്റർവ്യൂസ് അത്ര ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് കോളേജ് ആകുമ്പോൾ അതിൻ്റെ ക്യാമ്പസ് ഇന്റർവ്യൂ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ജോബ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ബെൻസൺ എവിടെയൊക്കെ ജോലി ചെയ്തു ഇവിടെ വന്നതിന് ശേഷം? ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആരായാലും ഏത് രീതിയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരുന്നാൽ പോലും നമ്മൾ കാനഡയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എവിടെ പോയാലും നമ്മൾ ജോലി ചെയ്യണം. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ പലർക്കും പല സംശയം ഉണ്ടാക്കി. എന്തൊക്കെ ജോലികളാണ് അവിടെ ചെന്നാൽ കിട്ടണത്, എന്തൊക്കെ ജോലികൾ ചെയ്യാം, നമ്മൾ എന്തൊക്കെ ജോലിക്ക് വില്ലിങ് ആണ്, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ബെൻസൺ എനിക്കറിയാം, ബെൻസൺ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ആ ജോലികളൊക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തത് എന്റെ സ്റ്റുഡന്റ് ലൈഫിൽ മെയിൻ ആയിട്ട് ചെയ്ത പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടിം ഹോർട്ടൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ കാനഡയെ പറ്റി അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്ന ടിം ഹോർട്ടൻസ് ഇവിടെ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ എൻ്റെ മെയിൻ ഒരു 1.5 years ഞാൻ സ്റ്റുഡൻറ് ലൈഫിൽ അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ അതിന് പുറമെ കുറച്ചും കൂടി എക്സ്ട്രാ അവേഴ്സ് മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഒരു ഫാക്ടറിയിൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജസിൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു. അപ്പോൾ അതിനകത്തും അവിടെ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ്. എന്തിന് പോയാലും പൈസ കിട്ടും, ഡോളർ കിട്ടും, കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്കിപ്പോ ഒരു സിംഗിൾ ജോബിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു അനുവദിക്കുന്ന 20 hours വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള വർക്കുകൾ ചെയ്താലാണ് അത് മീറ്റ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ നമ്മൾ അതിനുള്ള എന്താണ് ഓപ്ഷൻസ് നോക്കും, അങ്ങനെ പോകും. ഹാർഡ് വർക്ക് ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. ഇപ്പൊ സന്തോഷമല്ലേ? ഇപ്പൊ സന്തോഷമുണ്ട്. ഇതൊരു സ്റ്റുഡന്റ് ലൈഫ് ആണ് ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളത്. ഓരോ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കാൻ കഴിയും. ഓക്കെ ബെൻസ, ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഇപ്പൊ നമ്മൾ കോഴ്സ് കഴിഞ്ഞു, ഇപ്പൊ ഈ രാജ്യത്ത് നിൽക്കണമെങ്കിൽ അതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ അതിനകത്തേക്ക് വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1 വർഷം കഴിഞ്ഞ അടുത്തൊരു 1 year കോഴ്സ് കൂടി ചെയ്തായിരുന്നു. അതേത് കോഴ്സ് ചെയ്തത്? ഞാൻ മാർക്കറ്റിംഗ് മാനേജറാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 1 year കോഴ്സും കൂടി ചെയ്തു. അതിന് എത്ര രൂപയായിരുന്നു? അതിനും ഈ എക്സാക്ട് സെയിം കോസ്റ്റ് തന്നെ വന്നു. അറൌണ്ട് $16,000 വന്നു. 2 കോഴ്സിന് കൂട്ടി ഏകദേശം സാധാരണ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പറഞ്ഞ പോലെ ഒരു 15 to 16 lakhs ആയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ 1 വർഷം കഴിഞ്ഞ് അടുത്ത കോഴ്സിന് പോയില്ലെങ്കിലോ? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും. ആ വർക്ക് പെർമിറ്റ് ആണ് നമുക്ക് ഏതൊരു സ്റ്റുഡന്റിനും കാനഡയിൽ നിൽക്കുന്നതിനുള്ള ഒരു ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടാണ് അത് നമുക്ക് ആലോചിച്ച് ചെയ്യുന്നത്. നമ്മൾ 1 year കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 year വർക്ക് പെർമിറ്റ് കൂടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ 1 year കൂടി കഴിയുമ്പോൾ ഇൻ കേസ് നമുക്ക് PR-ലേക്ക് എത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആ കമ്പനി സ്പോൺസർ ചെയ്യണം. നമ്മൾ ഈ 2 ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഈസി വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 year കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 years വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ ആ 3 year വർക്ക് പെർമിറ്റിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് അത് PR-ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഈ ബിസിനസ് മാനേജ്മെന്റും അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റും കഴിഞ്ഞ് ബെൻസൺ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യണേ?
ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗെയ്സ്റ്റോൺ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നോർത്ത് യോർക്കിലുള്ളൊരു കമ്പനിയാണ്. ഇതൊരു BPO ആണ്. ഞങ്ങൾ ബേസ് ചെയ്യുന്നത് കൂടുതലും ഞങ്ങൾക്ക് കുറേ ക്ലയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് CIBC, TD, പിന്നെ ഔട്ട്സൈഡ് കാനഡ ആണെങ്കിൽ തന്നെ കോൾസ്, അങ്ങനെ അല്ലെങ്കിൽ Amex, അങ്ങനെ കുറേ ക്ലയൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കോൾസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് TL ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. TL എന്ന ടീം ലീഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹാപ്പിയാണ്. അത്യാവശ്യം ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ പഠിത്തം കഴിഞ്ഞ വഴി തന്നെ എനിക്ക് സ്റ്റഡീസ് കഴിഞ്ഞ വഴി എനിക്ക് ജോലി കിട്ടി. ആ ജോലിയിൽ എനിക്ക് അത്യാവശ്യം പ്രോഗ്രസ് ആയി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഒരു ചോദ്യം, കാനഡയിൽ വന്നത് എന്തുകൊണ്ടും ജീവിതത്തിൽ ലാഭമായി അല്ലെങ്കിൽ ജീവിതത്തിലൊരു നേട്ടമായെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഞാൻ സ്റ്റുഡൻറ് ലൈഫ് നമുക്ക് ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് വെച്ച് നോക്കുമ്പോൾ അന്ന് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും പറയാറ് അതൊരു ചിലപ്പോൾ ഒരു തെറ്റായ ഒരു ഡിസിഷൻ ആയിരുന്നു എന്നാണ് പറയാറ്. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു, അത്യാവശ്യം ഏൺ ചെയ്യുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഹൈറ്റ്സിലേക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊരു ശരിക്കും തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന കാര്യമാണ്. അമ്മ ഇപ്പം ബെൻസൺ ക്ലാസ് കഴിഞ്ഞു, ജോലി കിട്ടി, പല സ്ഥലത്ത് പാർട്ട് ടൈം ചെയ്തു, ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയി, ഒരു വർക്ക് കൾച്ചർ മനസ്സിലായി. ബെൻസന്റെ നോട്ടിൽ എന്താണ് കാനഡയുടെ ഒരു വർക്ക് കൾച്ചർ? എന്താ കാനഡയെ പറ്റി എന്താ ഒരു അഭിപ്രായം? കാനഡയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റോള് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ അതിനത്തെ റിസൾട്ട് തരുന്നൊരു രാജ്യമാണ് കാനഡ. നമുക്ക് നന്നാവാനും അതുപോലെ തന്നെ നശിക്കാനും പറ്റിയൊരു രാജ്യം എന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം. കാരണം എനിക്കറിയാവുന്ന കുറേ പേര് നല്ല രീതിയിൽ ഇവിടെ വന്ന് സ്റ്റുഡൻസ് ആയിട്ട് തന്നെ വന്ന് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, വർക്ക് പെർമിറ്റ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ PR-ലേക്ക് എത്തി, അങ്ങനെ അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്ന കുറേ പേരുണ്ട്. അതുപോലെ തന്നെ ഒരു വിഭാഗം സ്റ്റുഡൻസ് അവരുടേതായ രീതിയിലുള്ള പാകപ്പിഴകൾ കൊണ്ട് പല രീതിയിലും ഡീവിയേറ്റ് ആയി പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു രാജ്യം. അതുപോലെ ബെൻസ, ഈ കാനഡയ്ക്ക് വരിക എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധാരണക്കാരുടെയും ഒരു സ്വപ്നമാണ്. ആളുകളോട് നമ്മൾ ചില ആളുകൾ, നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളുകൾ, നമ്മൾ ഫീസ് ഇത്രയാവും, 15 ലക്ഷം രൂപയാവും, 20 ലക്ഷം രൂപയാവും എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണി ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എങ്ങനെ നമുക്കൊരു ഫണ്ട് ഇതിന് സ്വരൂപിക്കാം? നമുക്ക് എത്ര രൂപ വേണം? ഏജൻസി എങ്ങനെ നമ്മൾ അതിനകത്ത് ഹെൽപ്പ് ചെയ്യും? അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏജൻസിയുടെ കോസ്റ്റ്, ഇപ്പോൾ ഏജൻസിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഏജൻസിക്ക് ഇതിന് പ്രത്യേക ഒരു ചാർജ് മിക്ക ഏജൻസിക്കാരും തന്നെ ചാർജ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു വശം. അവർക്ക് കിട്ടുന്നത് കൂടുതലും കോളേജിൻ്റെ സൈഡിൽ നിന്ന്, നമ്മൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫീസാണ് അവർക്ക് കിട്ടുന്നത്. നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ട്യൂഷൻ ഫീയും പിന്നെ ഇവിടെ വരുന്ന എക്സ്പെൻസുകളും, പിന്നെ മെയിനായിട്ട് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കാനഡയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കയറി വരുന്ന സമയത്ത് അതൊരു 5 lakhs ആയിരുന്നു. 5 lakhs നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കുന്നു നമ്മുടെ അക്കൗണ്ടിൽ. അതിപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്ന വേറൊരു എക്സ്പെൻസ്. ഈ രീതിയിലുള്ള എക്സ്പെൻസുകളാണ് വരുന്നത്. ഇപ്പോൾ ഇത് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ട്യൂഷൻ ഫീ മീറ്റ് ചെയ്യാനായിട്ട് മിക്ക സ്റ്റുഡൻസും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് അത് നമ്മൾ എല്ലാവരും ഒരു ഫുൾ സെമസ്റ്ററിലേക്കുള്ള എഡ്യൂക്കേഷൻ ലോൺ എടുക്കും. പക്ഷേ ആദ്യത്തെ ഒരു സെമസ്റ്ററിന് മാത്രം ആയിരിക്കും വിഡ്രോ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്നിടത്തോളം മീറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മറ്റേത് അവിടെ ഹോൾഡ് ചെയ്തിട്ടിട്ട് അത് റീപേ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും ട്രൈ ചെയ്യുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചും കൂടി ഫിനാൻഷ്യലി എന്താ പറയുക വീക്കായിട്ടുള്ളൊരു ഫാമിലി ഇതിൽ നിന്ന് വന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 5 lakhs ഡെപ്പോസിറ്റ് കാണിക്കുക എന്ന് പറഞ്ഞത് അത്ര ഈസി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ ഡ്രീം അബ്രോഡ് എന്ന് പറഞ്ഞ ഏജൻസിക്ക് 2 രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു SPP, നോൺ SPP എന്നാണ് അതിന് പറയുന്നത്. ഏജൻസി ഞാൻ പറഞ്ഞ ഡ്രീം അബ്രോഡ് എന്ന് പറഞ്ഞ ഏജൻസിയാണ്, ഒരു കലൂരുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ ആൾക്കാർക്ക് ചോദിച്ചറിയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ഏജൻസികളുണ്ടാവും. ഓരോരുത്തർ വന്ന ഏജൻസികൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. അന്നേരം കാനഡയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അവരെയൊക്കെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പറ്റും, നിങ്ങൾക്കും കാനഡയിൽ എത്തിപ്പെടാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു രാജ്യമാണ്. ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ, ഈ ഏജൻസിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ എത്ര നാളെടുത്തു അവരുടെ പേപ്പർ വർക്കുകളും വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഏജൻസി ഹെൽപ്പ് ചെയ്തായിരുന്നു? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഏജൻസി മാത്രമല്ല, ഞാൻ കുറേ ഏജൻസികളിൽ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയിരുന്നു. ഞാൻ സാന്റാ മോണിക്ക പിന്നെയും വേറെ കുറേ ഏജൻസികളിലൊക്കെ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഡ്രീം അബ്രോഡിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസാണ് അവരുടെ ഭാഗത്ത് എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ മെയിനായിട്ടും അവർ പോകാനുള്ള ഒരു കാരണം. അതിന് പുറമെ ഈ SPP, നോൺ SPP ഓപ്ഷൻ
അവരാണ് കൂടുതലും എനിക്ക് ഓഫർ ചെയ്തത്. ബാക്കി എല്ലാവരും തന്നെ 5 lakh ഡെപ്പോസിറ്റ് കമ്പൽസറി എന്നുള്ള രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊത്തിരി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ ഇവിടെ വന്നിരുന്നാൽ പോലും അവർ ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തിനും അവർ വളരെയധികം. ഇപ്പം എൻ്റെ ഇവിടുത്തെ PR പ്രോസസ്സിംഗിലേക്ക് വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ലൈഫിൽ എൻ്റെ സ്റ്റുഡൻറ് ആപ്ലിക്കേഷൻസിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിനെ പറ്റി അറിയണമായിരുന്നു. അപ്പോൾ അന്നേരം തന്നെ ഞാൻ എനിക്ക് അറിയാവുന്ന ഓണറാണ്, പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ പുള്ളി എനിക്ക് റെസ്പോണ്ട് ചെയ്തു. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ IBM പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഫീൽഡിലേക്കാണ് നമുക്ക് ജോലി കിട്ടാൻ സാധ്യത? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ IBM ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളൊരു ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡിലേക്കാണ് നമ്മൾ കൂടുതലും എയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാനഡയെ പോലെ ഒരു കൺട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കൂടുതലും നമുക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി കൂടുതലും ഉള്ളത് ബാങ്കിങ് സെക്ടറിലേക്കാണ്. ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ബാങ്ക്സ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ബാങ്ക്സിലാണെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസർ, അങ്ങനെ 1-2 നല്ല നല്ല ജോബ് പോസ്റ്റിങ്സ് ഉണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് പയ്യെ ഗ്രോ ചെയ്ത് പോകാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ തന്നെ ഫിനാൻഷ്യൽ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് TL ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യം എനിക്കും ഫ്യൂച്ചറിൽ ഒരു ബാങ്കിങ് ഫീൽഡിലേക്ക് കുറച്ചും കൂടി ഡയറക്റ്റ് ബാങ്കിങ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണെങ്കിൽ പോലും ഒരു അത്യാവശ്യം എക്കോണമിക്കലി സ്റ്റേബിളും ബിസിനസ് ഫീൽഡിനാണെങ്കിൽ തന്നെ ഡെവലപ്ഡ് ആയിട്ട് ഒരു കൺട്രിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഈസി അല്ല, കാരണം അതിനകത്തുള്ള കോമ്പറ്റീഷൻസും ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ എഫേർട്ട് എടുത്താൽ മാത്രമായിരിക്കും നമുക്ക് അതിനകത്തൊരു സക്സസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, പിന്നെ ഈ രാജ്യത്ത് നിന്ന് ഒരു PR കിട്ടിയ വേറെ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാലോ. അത് വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ 8,000 കോസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വൺസ് PR കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8,000 സെമസ്റ്ററൽ കോഴ്സ് ഫീസ് കൊടുക്കുന്നത് ഒരു 1,500 ആയിട്ട് കുറയും. അത്രയും വലിയൊരു ഡിഫറൻസ് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ഇതിനൊന്ന് വന്ന് പെട്ട് ഇതൊക്കെ ഒന്ന് പാസ്സായി PR കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കോഴ്സിലേക്ക് പോകാൻ പറ്റും. അതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം എല്ലാവരും ഈ ഒരു ഫസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു PR വരെയുള്ള ഒരു സ്റ്റെപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് വൺസ് PR കിട്ടി കഴിയുമ്പോൾ എല്ലാവരും അവരുടെ ഏത് ഇൻട്രസ്റ്റ് ആണോ, ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡി ആണോ ഇൻട്രസ്റ്റ്, അതിൽ കുറച്ചും കൂടി സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്ക് IFIC അല്ലെങ്കിൽ CSE അങ്ങനെ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് ഫിനാൻസ് ഫീൽഡിലേക്ക് കുറച്ചും കൂടി ഇത് സ്ട്രെങ്ത് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഉണ്ട് എന്നെ. അടുത്ത മനസ്സിലുള്ള ഇനി അടുത്ത കോഴ്സ് ഏതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്? എന്തായാലും ഇപ്പൊ ഇനി PR ആവാൻ പോവാണ്, അത് ഇനി കല്യാണം ആവാൻ പോവാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അടുത്തൊരു കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ മനസ്സിലെ ഏറ്റവും വലിയൊരു തീരുമാനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അങ്ങനെ വലിയ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് കാശുള്ള നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാനും നീയാലും നമ്മളെപ്പോലെ പലരും ഇവിടെ എത്തിപ്പെട്ടേക്കണം. അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയ രാജ്യവും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ രാജ്യമാണിത്. നമ്മളെ സംബന്ധിച്ച് പഠിക്കുക, രക്ഷപ്പെടുക എന്ന് മാത്രമാണ്. പഠിക്കുക, പണിയെടുക്കുക, രക്ഷപ്പെടുക, അതാണ് നമ്മുടെ പോളിസി. അതിനടുത്തൊരു കോഴ്സ് എന്താണ് മനസ്സിലുള്ളത്? അടുത്ത കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1-2 സർട്ടിഫിക്കേഷൻസിന് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. കാരണം ബാങ്കിങ് ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ ഒരു മസ്റ്റ് അല്ല, എന്നാൽ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നതാണ് ഈ IFIC ആണെങ്കിലും CSE സർട്ടിഫിക്കേഷൻസ് ആണെങ്കിലും. അപ്പോൾ അത് ഞാൻ എൻ്റെ നെക്സ്റ്റ് ഓപ്ഷനിൽ വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ IBM മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അടുത്താണ് വന്നിരുന്നത് പോലും ജോബിലേക്ക് വന്നപ്പോൾ അതെനിക്ക് വീണ്ടും ഫിനാൻസ് ഫീൽഡിലേക്ക് തന്നെ മാറ്റാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫിനാൻസ് ഫീൽഡിൽ ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ CPP ഒത്തിരി കൂടിയൊരു കോഴ്സാണ്, അത്ര ഈസി അല്ല. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ലോങ് ടൈമിലേക്ക് ഞാനത് നോക്കുന്ന ഒരു കോഴ്സാണ്. അതുപോലെ ഇവിടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പാണ് അല്ലേ, ജോലി കിട്ടാനും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നമുക്ക് ഇവിടെ കൂടുതൽ കാനഡ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതലും കണക്ഷൻസ് ആണ്. കാനഡ കണക്ടിങ് പീപ്പിൾ. അതെ എന്താ മാത്രമാണ് കാനഡയിൽ നമുക്ക് ഒന്ന് മെച്ചപ്പെട്ട് വരാൻ പറ്റുള്ളൂ. വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അങ്ങനത്തെ ഒരു രാജ്യമാണത്. നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഒരാൾ നമ്മളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നമ്മളെ ഹയർ ചെയ്യുന്നതിനുള്ള ചാൻസ് ഒരു 60-70% ഉണ്ടെന്നാണ്. പിന്നെ ഒരു 30% ആണ് നമ്മൾ ഇന്റർവ്യൂസിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുവാനും പറ്റും എന്നുള്ളതാണ്. അതുപോലെ സാധാരണ സ്റ്റുഡൻസ് വന്ന മിക്കവാറും അത് ഷെയറിംഗ് അക്കോമഡേഷൻ, ഷെയറിംഗ് ഫുഡ്, ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ബുക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ. ഒരു മാസം എത്ര $? വേണം?
അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഏത് രീതിയിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഷെയറിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ എന്നാലും ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ പറയുവാണെങ്കിൽ തന്നെ നമുക്കൊരു മന്ത്ലി റെന്റ് വരുവാണെങ്കിൽ ഒരു 400 to 500 ആണ് മാക്സിമം നമുക്ക് റെന്റ് വരുന്നത്, ഒരു ആവറേജ് റെന്റ് വരുവാണെങ്കിൽ തന്നെ. പിന്നെ അതിന് പുറമെ നമ്മുടെ ഇവിടുത്തെ ഗ്രോസറീസിനും അല്ലാത്ത ബാക്കിയുള്ള എക്സ്പെൻസസിനൊക്കെ ആയിട്ട് മാക്സിമം ഒരു $200 അല്ലെങ്കിൽ $200 to $300 ആണ് മന്ത്ലി വരുന്നത്. മൊത്തം ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു $600-700 നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ലൈഫിൽ കാര്യമാണ് ഞാൻ പറയുന്നത്. 800 മാക്സിമം കാര്യങ്ങളൊക്കെ കൂടി അല്ലേ. പിന്നെ ജോലി എടുക്കാൻ പോവുകയാണ് കാര്യങ്ങൾ, പക്ഷെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ഒത്തിരി ടൈറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്, എന്നിരുന്നാൽ പോലും അത് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾ ഇപ്പൊ ബാംഗ്ലൂര് അവിടെയൊക്കെ പോയി MBA എടുക്കണം, അതൊക്കെ എടുക്കണേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്ന ഒരു ടൈമിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം വേറെയും 1-2 ഫ്രണ്ട്സ് ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു ഇന്ന സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് സക്സസ് ആവില്ലോ എന്നുള്ള ഫിയറിൽ പുറകോട്ട് പോയി വലിഞ്ഞവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവരൊക്കെ ഞാൻ പിന്നെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡീസും കഴിഞ്ഞ് വേറൊരു MBA കോഴ്സ് നാട്ടിൽ 10-15 ലക്ഷം 20 ലക്ഷം രൂപ കൊടുത്ത് ചെയ്ത്, അത് നല്ലൊരു കാര്യം തന്നെയാണ്, അതിനകത്തൊരു തെറ്റില്ല. പക്ഷേ അതിനകത്തുനിന്ന് പിന്നെ നാട്ടിലെ ഒരു ഏൺ ചെയ്യുന്നതിൻ്റെ വെച്ച് നോക്കുമ്പോൾ 15 lakhs അല്ലെങ്കിൽ 16 lakhs സ്പെൻഡ് ചെയ്തത് റീപേ ചെയ്യാനായിട്ട് നല്ലൊരു ടൈം എടുക്കും. അതല്ല അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാന്നുള്ളതാണ്. അവിടെ ആ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്താൽ ലൈഫ് ലോങ് ആണ്. നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും. അതന്നെ ഇപ്പൊ നമ്മള് ഒരു ഡിഗ്രി കഴിഞ്ഞു നാട്ടിൽ MBAക്ക് പോയി ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് കാനഡയ്ക്ക് വന്നിട്ട് പ്രത്യേകിച്ച് ജോലി കിട്ടണമെന്നൊന്നുമില്ല. അതിന് അത്ര വലിയ വാലിഡിറ്റി ഒന്നും കാനഡയില് ഒരു കോഴ്സിനും കൊടുക്കുന്നില്ല. അത് കാനഡയിൽ നിന്നല്ല, യൂറോപ്യൻ രാജ്യമായാലും നോർത്ത് അമേരിക്ക ആണെങ്കിലും ചില കോഴ്സുകൾക്കൊക്കെ ഉണ്ടാവും, ഒരു ജോലി കിട്ടാനൊക്കെ എളുപ്പം ഉണ്ടാവും എന്നല്ലാണ്ട് ഒരു നല്ലൊരു ലെവലിലേക്ക് വേണ്ടി ഇവിടുത്തെ എന്തെങ്കിലും കോഴ്സ് ചെയ്യും, ഇവിടുത്തെ രീതിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു പോകണം അല്ലേ. അത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു നമുക്ക് ഇവിടുത്തെ കനേഡിയൻ എഡ്യൂക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട്. അതുപോലെ ഇപ്പൊ എല്ലാ കുട്ടികളും കമ്പ്യൂട്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പ്രത്യേകിച്ചും ബെൻസൺ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നന്നായിട്ട് കമ്പ്യൂട്ടർ സ്കില്ല് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. കമ്പ്യൂട്ടറിൽ നല്ലൊരു സ്കില്ല് വേണം അല്ലേ. അതിപ്പോ ഓരോ നമ്മൾ വരുന്ന ഫീൽഡ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ഫീൽഡ് ബിസിനസ് ഫീൽഡൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ അത്യാവശ്യം നോളജും അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റ് ആയിരിക്കും കമ്പ്യൂട്ടർ. അപ്പോൾ ബാക്കിപ്പോൾ വേറെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് വരുന്നവരാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ഒരു സ്കിൽ ലെവൽ വേണം, എന്നാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ബെൻസ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു, ജോലി കിട്ടി, വർക്ക് പെർമിറ്റ് കിട്ടി ആദ്യം 3 വർഷത്തെ അല്ലേ. ഇപ്പൊ PR-ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ PR-ന്റെ പ്രോസസ്സിംഗ് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അത് എത്ര നാൾ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് അതിനെ പറ്റി? അതിപ്പോ നമുക്ക് ഇവിടെ കാനഡയിൽ PR-ന് അപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പ്രസ് എൻട്രി എന്നാണ് പറയണത് അതിന്. അപ്പോൾ അത് 2 രീതിയിൽ വരാം. നമുക്കിപ്പോൾ ലോകത്തിന് എവിടെ ഏത് ഭാഗത്ത് നിന്നിട്ടും അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് പുറമെ കാനഡയിൽ നിന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ഏൺ ചെയ്തിട്ട് നമുക്കിവിടെ മിനിമം എക്സ്പീരിയൻസ് വേണ്ടത് 1 year ആണ്. ആ 1 year എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമ്മൾ എലിജിബിളായി മാറും. ഒന്നൊരു ജനറൽ ക്ലാസ്സിലേക്ക് നമുക്ക് PR എലിജിബിൾ ആവും. അതിന് പുറമെ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സും കൂടി നമുക്ക് എലിജിബിലിറ്റി വരും. അപ്പോൾ ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എലിജിബിലിറ്റി വരുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PR-ന് ഓരോരോ ഡ്രോ ആണ് വരുന്നത്. ആ ഡ്രോ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് വരുന്ന ഡ്രോയിൽ നമ്മൾ കാനഡയിൽ പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എലിജിബിൾ ആകാൻ പറ്റുള്ളൂ. അതിന് പുറമെ ജനറൽ ക്ലാസ്സിലെ ഡ്രോ വേൾഡിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കും എലിജിബിൾ ആണ്. അത് പോയിന്റ് ബേസ് ചെയ്തിട്ട് അവർക്കും അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോലി കിട്ടി 1 year എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തു. ആ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ ഞാൻ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് PR-ന് അപ്ലൈ ചെയ്തത്. PR-ന് അപ്ലൈ ചെയ്ത് ഏകദേശം കഴിയാറായി അല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രോസസ്സ് ഒരു 6 months പ്രോസസ്സാണ് ടോട്ടലി. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 months-ഓളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോക്യുമെന്റ്സ് മൊത്തം സബ്മിറ്റ് ചെയ്തു, ബയോമെട്രിക്സ് ടെസ്റ്റ് വന്നു. പിന്നെ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് പ്രോസസ് എന്ന് പറയാം. കാനഡയിൽ PR ആവുകയാണ് ഈ ഒരു പ്രായത്തില്. വളരെയധികം സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ബെൻസൺ എൻ്റെ അനിയനാണ്. കാരണം എന്താ പറയാ, ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഇവിടെ വന്നിട്ട്. പക്ഷെ പഠിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, എന്താ പറയാ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ വളരെ നല്ല രീതിയിലേക്ക് വന്നു, പഠിച്ചു, പാസ്സായി, ജോലി കിട്ടി, ഇപ്പൊ PR-ലേക്ക് പോണു. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടൊരു രാജ്യമാണ് അല്ലേ. ലാൻഡ്സ്കേപ്പ് നോക്കുമ്പോഴും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ രാജ്യമാണ്. ജീവിക്കാൻ വളരെ നല്ലൊരു രാജ്യം.
എല്ലാ തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ജീവിക്കുന്ന സ്ഥലം. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു വേർഡ് ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾക്ക് അതിനുള്ള ഗുണം കിട്ടുന്ന ഒരു രാജ്യമാണ്. പിന്നെ PR കിട്ടി ഫാമിലി ആയിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാണ്. എഡ്യൂക്കേഷൻ നിലവാരമൊക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അന്നേരം കാനഡയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇതിനു വേണ്ടി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ ബെൻസ, ഈ PR-ന് രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോഴും IELTS വേണോ? അത് വേണം നമുക്ക്. കാരണം നമ്മൾ ഇവിടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ IELTS ചെയ്യുന്നത് അക്കാഡമിക്സ് എന്ന് പറഞ്ഞ IELTS ആണ്. അത് സ്റ്റഡി ഓറിയന്റഡ് ആണ്. അതിനുശേഷം PR-ലേക്ക് വരുമ്പോൾ നമുക്ക് ജനറൽ ക്ലാസ്സിൽ IELTS എഴുതണം. അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം PR പ്രോസസ് കുറച്ചും കൂടി PR-ലെ ഇൻവിറ്റേഷൻ കിട്ടുന്നതിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ ഈ ബെൻസൺ IELTS-ന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? IELTS എനിക്ക് നാട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 1 year പീരീഡിൽ ഒരു ഓൾമോസ്റ്റ് 3 to 4 months ഞാനൊരു IELTS കോച്ചിങ് സെന്റർ പോയിട്ടുണ്ടായിരുന്നു. അത് വൈറ്റിലുള്ള ഒരു കോച്ചിങ് സെന്റർ ആയിരുന്നു. അതിനുശേഷം ആണ് ഞാൻ IELTS എഴുതി ഇങ്ങോട്ട് കയറി പോകുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടുത്തെ കൾച്ചറിനോട് കൂടുതലും ചേരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലേണിംഗ് ആണ്. എവറി ഡേ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കിൽസ് കുറെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എൻ്റെ ഈ ജനറൽ ക്ലാസ്സിന് ഞാൻ IELTS-ന് അധികം സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എഴുതിയെടുത്തത്. അന്നേരം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. വേറെ ഏതെങ്കിലും കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക. ഞങ്ങളുടെ അറിവിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യും, നിങ്ങളിലേക്ക് എത്തിക്കും. അതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.